നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ പൂരത്തോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വിലയിരുത്തി. പൂരത്തിന്റെ മുഖ്യ ആകർഷകമായ കുടമാറ്റവും വെടിക്കെട്ടും യാതൊരു പരാതിക്കും ഇടയാക്കാത്ത രീതിയിൽ നടത്തുമെന്ന് മന്ത്രി. കരുവന്നൂർ കേസിൽ ഹാജരാക്കാനുള്ള ഇ.ഡി. നോട്ടീസിന് മറുപടി നൽകി കെ. രാധാകൃഷ്ണൻ എം പി. ഇ.ഡിയുടെ സമൻസിന് പിന്നിൽ രാഷ്ട്രീയ എതിരാളികളെ അമർച്ച ചെയ്യാനുള്ള നീക്കമാണെന്ന് എം പി. റെക്കോർഡ് വീണ്ടും തകർത്ത് സ്വർണ്ണവില. പവന് 880 രൂപ വർദ്ധിച്ച് 65,480 രൂപയായി. കൊടുങ്ങല്ലൂർ ചാപ്പാറയിൽ യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. ചാപ്പാറ സ്വദേശി മനോജിനെയാണ് ഭാര്യയുടെ ബന്ധു കുത്തിപ്പരിക്കേൽപ്പിച്ചത്. ദുരഭിമാനം വെടിഞ്ഞ് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് നിർമ്മാണ പദ്ധതി സർക്കാർ അടിയന്തരമായി പൂർത്തീകരിക്കണമെന്ന് AICC അംഗം അനിൽ അക്കര. നിലവിലെ സാഹചര്യത്തിൽ 20 കോടി രൂപ വകയിരുത്തിയായി ഫ്ളാറ്റ് നിർമ്മാണം സർക്കാരിന് പൂർത്തിയാക്കാമെന്നും അനിൽ അക്കര. നന്ദിപുലം പയ്യൂർക്കാവിൽ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്ത് ആനയെ തളച്ച സംഭവത്തിൽ ക്ഷേത്രം ഭാരവാഹികൾക്കെതിരെ വരന്തരപ്പിള്ളി പോലീസ് കേസെടുത്തു. സ്ഫോടക വസ്തുക്കൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്തതിനും സ്ഥലത്ത് ആനയെ തളച്ചതിനുമാണ് കേസ്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് നിർമ്മാണം പുനരാരംഭിക്കാൻ തടസ്സമെന്തെന്ന് MLA സേവ്യർ ചിറ്റിലപ്പള്ളി വ്യക്തമാക്കണമെന്ന് DCC സെക്രട്ടറി K. അജിത് കുമാർ. നിയമസഭയിൽ MLA അവതരിപ്പിച്ച സബ്മിഷനിൽ വ്യക്തമായ മറുപടി നൽകാത്തത് ദുരൂഹമാണെന്നും അജിത് കുമാർ. കേന്ദ്ര ബജറ്റിനെതിരെ ഈ മാസം 17-ന് സംഘടിപ്പിക്കുന്ന ചാലക്കുടി ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് വിജയിപ്പിക്കുന്നതിനായി LDF കൊടകര പഞ്ചായത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചു. കേരള കോൺഗ്രസ് M സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ബേബി മാത്യു കാവുങ്കൽ ഉദ്ഘാടനം ചെയ്തു. വേലൂർ ഗ്രാമകം നാടകോത്സവത്തിന്റെ പ്രചരണാർത്ഥം വീട്ടുമുറ്റത്തെ നാടകങ്ങൾ ആരംഭിച്ചു. മൂക്കുത്തി എന്ന നാടകത്തോടുകൂടിയാണ് നാടകോത്സവത്തിന് തുടക്കമായത്. ഏപ്രിൽ 4 മുതൽ 8 വരെയാണ് നാടകോത്സവം. പാർലിക്കാവ് മിണാലൂർ പഴയ റോട്ടിൽ റോഡരികിലെ പാഴ്മരങ്ങൾ മുറിച്ച് മാസങ്ങൾ കഴിഞ്ഞും നീക്കം ചെയ്യാത്തതിനാൽ പ്രതിഷേധം. നഗരസഭ അധികൃതർക്ക് പരാതികൾ നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് കേരള ജില്ലാ പ്രസിഡന്റ് നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ. കടങ്ങോട് ഗാദർപടിയിൽ കാർ ബൈക്കിലിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ബൈക്ക് യാത്രക്കാരനായി തിപ്പല്ലൂർ സ്വദേശി തിപ്പല്ലൂർ വീട്ടിൽ ജനാർദ്ദന്റെ മകൻ 25 വയസ്സുള്ള ജിജിനാണ് മരിച്ചത്. സംസ്ഥാനത്ത് റേഷനരിയുടെ വില വർദ്ധിപ്പിക്കാൻ സർക്കാരിന് ശുപാർശ. നീല കാർഡിന് കിലോയ്ക്ക് 4 രൂപയിൽ നിന്ന് 6 രൂപയാക്കണമെന്ന് റേഷൻ കട വേതന പരിഷ്കരണ സമിതിയുടെ നിർദ്ദേശം. കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിലെ മരം കടപുഴകി വീണ് വീടിന്റെ ടെറസിനും മതിലിനും കേടുപാട് സംഭവിച്ചു. വെള്ളക്കാട്ടുപടി നസീറിന്റെ വീടിന് മുകളിലേക്കാണ് മരം വീണത്. കടങ്ങോട് മണ്ടംപറമ്പ് ജനകീയ ആരോഗ്യ കേന്ദ്രം ആയുഷ്മാൻ ആരോഗ്യ മന്ദിറിന്റെ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ അധ്യക്ഷനായി. ചാവക്കാട് നഗരസഭ പുന്നക്കുന്നത്തുള്ളി റോഡ് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർമാൻ KK മുബാറക് അധ്യക്ഷത വഹിച്ചു. പുതുക്കാട് ചെങ്ങാലൂർ പ്രദേശത്തെ കാർഷിക മേഖലയ്ക്കും കുടിവെള്ളത്തിനും ആശ്രയമായ കാനത്തോട് സ്ലിയൂസ് പൂർണ്ണമായും തകർന്നിട്ട് മാസങ്ങൾ പിന്നിട്ടു. 50 ഏക്കർ മുണ്ടകൻ കൃഷി പ്രതിസന്ധിയിൽ. കടവല്ലൂർ വേമ്പൻ പടവിലെ 40 ഏക്കറോളം നെൽകൃഷി വെള്ളമില്ലാതെ പൂർണ്ണമായി നശിച്ചു. തോടുകളിലെ വെള്ളം പൂർണ്ണമായി വറ്റിയതോടെ ജലസേചനത്തിനുള്ള മാർഗങ്ങൾ തേടി കർഷകർ നെട്ടോട്ടത്തിൽ. തണ്ണിമത്തൻ കൃഷി വിജയകരമാക്കി തിരുവില്ലാമലയിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ. പുതനക്കരയിലെ കൊയ്ത്തൊഴിഞ്ഞ പാടത്താണ് ജൈവ രീതിയിൽ തണ്ണിമത്തൻ കൃഷി നടത്തുന്നത്. കുട്ടഞ്ചേരി GLP സ്കൂളിൽ ഇംഗ്ലീഷ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ ഉദ്ഘാടനം ചെയ്തു. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് തടയുന്നതിനായി കുന്നംകുളം നഗരസഭാ പ്രദേശത്തെ വിവിധയിടങ്ങളിൽ 6 CCTV ക്യാമറകൾ സ്ഥാപിക്കാൻ കൌൺസിൽ യോഗം തീരുമാനിച്ചു. ഇതിനായി 11 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് കൌൺസിൽ അംഗീകരിച്ചു. ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന സമ്മേളനം തൃശൂരിൽ നാളെ നടക്കും. പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. വേലൂർ പഞ്ചായത്ത് വയോജനങ്ങൾക്കായി കട്ടിൽ വിതരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി ഉദ്ഘാടനം ചെയ്തു.
പാവറട്ടി സാന്റ് ജോസ് പബ്ലിക് സ്കൂളിൽ കിഡ്സ് ഫെസ്റ്റ് നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് MM റെജീന കിഡ്സ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം കൊടകര യൂണിയന്റെ നേതൃസംഗമം ശനിയാഴ്ച സംഘടിപ്പിക്കും. കൊടകര യൂണിയൻ ഹാളിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യും. ലോകോത്തര നിലവാരത്തിലുള്ള പഠന സാഹചര്യങ്ങൾ തന്നെ കേരളത്തിൽ വിദ്യാർത്ഥികൾക്ക് സർക്കാർ ഒരുക്കി നൽകുമെന്ന് മന്ത്രി ആർ ബിന്ദു. അയ്യന്തോൾ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന നവീകരണ പ്രവർത്തനങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. ശുചിമുറി മാലിന്യം തള്ളാനെത്തിയ ലോറി നാട്ടുകാർ പിന്തുടർന്ന് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ഒരുമനയൂർ AKG സങ്കേതത്തിൽ മാലിന്യം തള്ളാനെത്തിയ ലോറിയാണ് പിടികൂടിയത്. റോഡപകടങ്ങൾ പരിഹരിക്കുന്നതിനായി റൂറൽ പോലീസ് മേധാവി VB കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ നടപടികൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി ബ്ലാക്ക് സ്പോട്ടുകൾ ഉൾപ്പെടുന്ന മേഖലയിലെ ഉദ്യോഗസ്ഥരുടെ ആലോചന യോഗം SP വിളിച്ചു ചേർത്തു. ലഹരി വിപത്തിനെതിരെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന പേരിൽ പ്രത്യേക ക്യാമ്പയിൻ തുടങ്ങുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. സംസ്ഥാനത്തെ 1000 കേന്ദ്രങ്ങളിൽ ലഹരിക്കെതിരെ ജനജാഗ്രത സദസ്സുകൾ ഒരുക്കുമെന്നും മന്ത്രി. കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിലെ കഞ്ചാവ് വേട്ടയിൽ സമഗ്ര അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയതായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു. ക്യാമ്പസിനകത്തെ ലഹരി ഉപയോഗത്തിനെതിരെ വിദ്യാർത്ഥികൾ ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി. വെള്ളിക്കുളങ്ങര മോനോടി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്രം കാവടി ഉത്സവം വർണ്ണാഭമായി. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി അഴകത്ത് വിഷ്ണു നമ്പൂതിരി, മണ്ടുമണ്ണിലത്ത് കൃഷ്ണപ്രസാദ് എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ലഹരിക്കെതിരായ അവബോധം നൽകുന്നതിനായി വടക്കുന്നാഥൻ വർക്കേഴ്സിന്റെ നേതൃത്വത്തിൽ കൂട്ടനടത്തം സംഘടിപ്പിച്ചു. വർക്കേഴ്സ് പ്രസിഡന്റ് അരുൺകുമാർ കൂട്ടനടത്തം ഉദ്ഘാടനം ചെയ്തു. ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിൽ അനന്യസമേതം ജെൻഡർ അവബോധ ശില്പശാല സംഘടിപ്പിച്ചു. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ജെൻഡർ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. മാപ്രാണം വാതിൽമാടം കോളനി പ്രദേശത്ത് കുഴൽക്കിണർ കുഴിച്ചു നൽകി. വ്യവസായി കരിപ്പറമ്പിൽ സിറാജുദ്ദീനാണ് കുഴൽക്കിണർ കുഴിച്ച് കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കണ്ടെത്തിയത്. ലഹരിക്കെതിരെ ചെമ്പുച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ വെള്ളിക്കുളങ്ങരയിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു. വെള്ളിക്കുളങ്ങര സെന്ററിൽ നിന്ന് ആരംഭിച്ച റാലി പോലീസ് സ്റ്റേഷന് മുന്നിൽ സമാപിച്ചു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.